വിശ്വാസത്തോടെ ഒരുപടി മുന്നോട്ട് വയ്ക്കൂ. വഴിയൊരുക്കുന്നത് ദൈവമാണ്. ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ ജീവിതത്തിൽ നിരാശകളും പ്രശ്നങ്ങളും വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായി മാറും. ഈ നോമ്പുകാലത്തിൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം സമർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ ഇന്നലത്തെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ റിഫ്ലക്ഷൻ എന്താണെന്ന് കേട്ടാലോ? വെളിപാട് 3:15, റെവല്യൂഷൻ 3:15. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തിരുവചനത്തെക്കുറിച്ച് ഈ നോമ്പുകാലത്ത് നമുക്കൊരു വിചിന്തനം നടത്താം. പുറമേ വിശ്വാസം, ഉള്ളിൽ അലസതയുള്ള മനുഷ്യ മക്കളോടാണ് ദൈവം ഈ വചനത്തിൽ കൂടി സംസാരിക്കുന്നത്. സ്പിരിച്വൽ ലേസ്നെസ് അഥവാ ആത്മീയ അലസത എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നോടുള്ള ബന്ധത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? വിശ്വാസം പേരിനായി മാത്രം, പ്രാർത്ഥനയുണ്ടാകും എന്നാൽ പതിവായി ഉണ്ടാവില്ല. മനുഷ്യൻ വിചാരിക്കും ഞാൻ വിശ്വാസിയല്ലേ, പക്ഷേ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും. ഈ അലസത വിട്ട് ഉണരുവാനും പകുതി വിട്ട് പൂർണ്ണതയിലേക്ക് മാറുവാനും നമുക്ക് ഈ നോമ്പുകാലത്ത് ശ്രമിക്കാം. കർത്താവേ, പകുതിയായ നിന്നിടങ്ങളിൽ എന്നെ ഉണർത്തണമേ, പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.